നിങ്ങൾ ജനിക്കുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിങ്ങളുടെ ജീവിതകഥ, ഭൂതകാലവും വർത്തമാനവും ഭാവിയും, എന്തിന് നിങ്ങളുടെ മാതാപിതാക്കളുടെയും പങ്കാളിയുടെയും പേരുകൾ പോലും എഴുതപ്പെട്ടിട്ടുണ്ടെന്ന് ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. പുസ്തകങ്ങൾക്ക് പകരം നിങ്ങൾക്കായി മാത്രം എഴുതപ്പെട്ട അധ്യായം തേടി നിങ്ങളെത്തുന്ന നിമിഷവും കാത്ത് ഉണങ്ങിയ താളിയോലക്കെട്ടുകൾ നിറഞ്ഞ ഒരു ലൈബ്രറി. ഇതൊരു ഫിക്ഷൻ നോവലിൻ്റെ കഥയല്ല. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയതും നിഗൂഢവുമായ ഒരു പ്രവചന രീതിയുടെ അടിസ്ഥാന തത്വമാണിത്. ഇന്ന് നമ്മൾ നാഡീജ്യോതിഷത്തിൻ്റെ രഹസ്യങ്ങൾ തേടി ദക്ഷിണേന്ത്യയിലേക്ക് യാത്ര ചെയ്യുകയാണ്. നമ്മൾ ടാരോ കാർഡ്, പാശ്ചാത്യ ജ്യോതിഷം, സംഖ്യാശാസ്ത്രം എന്നിവയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ നാഡീജ്യോതിഷം ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. നിങ്ങൾ ജനിച്ച സമയം വെച്ച് ഭാവി കണക്ക് കൂട്ടുകയല്ല ഇവിടെ ചെയ്യുന്നത്. മറിച്ച് നിങ്ങളുടെ ഭാവി ഒരു പുരാതന ശേഖരത്തിൽ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ വക്താക്കൾ അവകാശപ്പെടുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് നാഡീജ്യോതിഷം? ദശലക്ഷക്കണക്കിന് ഓലകളിൽ നിന്ന് അവർ എങ്ങനെയാണ് കൃത്യമായി നിങ്ങളുടേത് കണ്ടെത്തുന്നത്? ഇതൊരത്ഭുതമാണോ അതോ സമർച്ചമായ ഒരു തട്ടിപ്പാണോ? നമുക്ക് പരിശോധിക്കാം. ചരിത്രവും ഐതിഹ്യവും. നാഡീജ്യോതിഷത്തിന് ചുരുങ്ങിയത് 2000 മുതൽ 3000 വർഷം വരെ പഴക്കമുണ്ട്. തമിഴ്നാട്ടിലാണ് ഇതിൻ്റെ വേരുകളുള്ളത്. ഐതിഹ്യമനുസരിച്ച് അഗസ്ത്യമുനി ഉൾപ്പെടെയുള്ള സപ്തർഷികൾ അഥവാ 7 മഹർഷിമാർ അവരുടെ ദിവ്യശക്തി ഉപയോഗിച്ച് ഭാവിയിൽ തങ്ങളെ തേടിയെത്തുന്ന ഓരോ മനുഷ്യൻ്റെയും ജീവിതം മുൻകൂട്ടി കണ്ടു എന്നാണ് വിശ്വാസം. വരും കാലങ്ങളിൽ കഷ്ടപ്പെടുന്ന മനുഷ്യരോടുള്ള കരുണയാൽ അവർ ഈ ദർശനങ്ങൾ കാവ്യരൂപത്തിലുള്ള പഴയ തമിഴ് ലിപിയിൽ ഉണങ്ങിയ പനയോലകളിൽ അഥവാ താളിയോലകളിൽ എഴുതിവച്ചു. മയിൽപീലിയിൽ നിന്നുള്ള എണ്ണയോ അല്ലെങ്കിൽ പ്രത്യേകതരം ഔഷധക്കൂട്ടുകളോ ഉപയോഗിച്ച് സംരക്ഷിച്ചതുകൊണ്ടാണ് ഇവ ഇന്നും നശിക്കാതെ നിലനിൽക്കുന്നത്. ഇവ വെറുതെ കൂട്ടിയിട്ടിരിക്കുകയല്ല. വിരലടയാളങ്ങളുടെ മാതൃകയനുസരിച്ച് ക്രമീകരിച്ച് തമിഴ്നാട്ടിലെ വൈത്തീശ്വരൻ കോവിലിനു ചുറ്റുമുള്ള നാഡീകേന്ദ്രങ്ങളിൽ തലമുറകളായി സൂക്ഷിച്ചു പോരുന്നു. ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു? നിങ്ങൾ അവിടെ ചെന്ന് ജനനത്തീയതി പറയേണ്ടതില്ല. പകരം നിങ്ങളുടെ പെരുവിരലടയാളമാണ് നൽകേണ്ടത്. പുരുഷന്മാർ വലതുവിരലടയാളവും സ്ത്രീകൾ ഇടതുവിരലടയാളവും നൽകണമെന്നാണ് വിശ്വാസം. വിരലടയാളം ഓരോ ആത്മാവിൻ്റെയും തനതായ കോഡാണെന്ന് അവർ വിശ്വസിക്കുന്നു. ശംഖ് അല്ലെങ്കിൽ ചക്രം എന്നിങ്ങനെ 100-ലധികം വിഭാഗങ്ങളായി വിരലടയാളങ്ങളെ തിരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വിരലടയാളം ഏത് വിഭാഗത്തിൽ പെടുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് അതിനുശേഷം വായനക്കാരൻ ലൈബ്രറിയിൽ നിന്ന് സാധ്യമായ കുറെ ഓലക്കെട്ടുകൾ എടുക്കുന്നു. ഇനിയാണ് പ്രക്രിയയിലെ ഏറ്റവും അവിശ്വസനീയമായ ഘട്ടം: തിരിച്ചറിയൽ. നാഡീജ്യോതിഷിയും ഒരു പരിഭാഷകനും നിങ്ങളോടൊപ്പം ഇരിക്കും. അവർ ഒരു കെട്ട് തുറന്ന് ആദ്യത്തെ ഓല വായിക്കാൻ തുടങ്ങും. അതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കി അവർ നിങ്ങളോട് അതെ അല്ലെങ്കിൽ അല്ല എന്നുത്തരം നൽകാവുന്ന ചോദ്യങ്ങൾ ചോദിക്കും. ഉദാഹരണത്തിന്, നിങ്ങളുടെ അച്ഛൻ്റെ പേര് ശിവനുമായി ബന്ധപ്പെട്ടതാണോ? നിങ്ങൾ രണ്ടാമത്തെ കുട്ടിയാണോ? നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്നത് വൈദ്യശാസ്ത്ര രംഗത്താണോ? ഏതെങ്കിലും ഒരു ചോദ്യത്തിന് അല്ല എന്നാണ് ഉത്തരമെങ്കിൽ ആ ഓല മാറ്റിവെക്കും. അത് നിങ്ങളുടേതല്ല. അവർ അടുത്തതിലേക്ക് പോകും. ഇതൊരുപക്ഷെ മണിക്കൂറുകൾ നീണ്ടേക്കാം. ചിലപ്പോൾ 100 കണക്കിന് ഓലകൾ പരിശോധിച്ചാലും ഒന്നും കിട്ടില്ല. നിങ്ങളുടെ ഓല അവിടെയില്ലെന്നും 6 മാസം കഴിഞ്ഞു വരാനും അവർ പറഞ്ഞേക്കാം. എന്നാൽ ഒടുവിലത് സംഭവിക്കുന്നു. ഒരു ഓലയിലെ എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾ അതെ എന്ന് മറുപടി നൽകുന്നു. അപ്പോൾ വായനക്കാരൻ നിങ്ങളെ നോക്കി നിങ്ങളുടെ പേരും മാതാപിതാക്കളുടെ പേരും ചിലപ്പോൾ പങ്കാളിയുടെ പേരുവരെ ആ പുരാതന ഓലയിൽ നിന്ന് വായിക്കുന്നു. ഇതാണ് ഇൻഡെക്സ് ലീഫ്. ഇത് നിങ്ങളുടെ ഫയൽ അവരുടെ കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു. കാണ്ഡങ്ങൾ. സാധാരണ ജ്യോതിഷത്തിൽ 12 ഭാവങ്ങളുള്ളതുപോലെ നാഡീജ്യോതിഷത്തിൽ ജീവിതത്തിന്റെ വിവിധ മേഖലകളെ സൂചിപ്പിക്കുന്ന കാണ്ഡങ്ങളുണ്ട്. സമ്പത്ത്, ആരോഗ്യം, വിവാഹം, കുട്ടികൾ എന്നിവയ്ക്കായി പ്രത്യേക അധ്യായങ്ങളുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതും പലപ്പോഴും കേൾക്കാൻ പ്രയാസമുള്ളതുമായ അധ്യായമാണ് ശാന്തികാണ്ഡം. ഇത് നിങ്ങളുടെ മുൻജന്മ കർമ്മങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മുൻജന്മത്തിൽ ചെയ്ത തെറ്റുകളാണ് ഇന്നത്തെ നിങ്ങളുടെ ദുരിതങ്ങൾക്ക് കാരണമെന്നും അതിനുള്ള പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നു. സാധാരണയായി പ്രത്യേക ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതാണ് പരിഹാരം. ഇത് സത്യമാണോ? ഇതൊരു തട്ടിപ്പാണോ എന്നത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. സംശയിക്കുന്നവരുടെ വാദം ഇത് കോൾഡ് റീഡിംഗ് എന്ന തന്ത്രമാണെന്ന് യുക്തിവാദികൾ പറയുന്നു.
ദീർഘനേരമുള്ള ചോദ്യം ചെയ്യലിനിടയിൽ നിങ്ങളുടെ ശരീരഭാഷ, സംസാരരീതി, വസ്ത്രധാരണം എന്നിവയിൽ നിന്ന് അവർ സൂചനകൾ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ സമർത്ഥമായി നിങ്ങളിൽ നിന്ന് തന്നെ വിവരങ്ങൾ ചോർത്തിയെടുത്ത് പിന്നീടത് പ്രവചനമായി അവതരിപ്പിക്കുന്നു. കൂടാതെ ഓൺലൈനായി ബുക്ക് ചെയ്യുമ്പോൾ നൽകുന്ന വിവരങ്ങൾ ചോരാനുള്ള സാധ്യതയുമുണ്ട്. വിനോദസഞ്ചാരികളെ കബളിപ്പിക്കാൻ മാത്രമായി പ്രവർത്തിക്കുന്ന വ്യാജ നാഡീകേന്ദ്രങ്ങളും നിരവധിയുണ്ട്. വിശ്വാസികളുടെ അനുഭവം. എന്നാൽ കടുത്ത യുക്തിവാദികളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഊഹിക്കാൻ പോലും കഴിയാത്ത അപൂർവമായ പേരുകൾ മാതാപിതാക്കളുടെയോ മറ്റോ കൃത്യമായി ഓലയിൽ നിന്ന് വായിച്ചെടുത്തുന്ന അനുഭവങ്ങൾ പലർക്കുമുണ്ടായിട്ടുണ്ട്. വിശ്വാസികൾ സംബന്ധിച്ചിടത്തോളം നാഡിജ്യോതിഷം വിധിവിശ്വാസമല്ല, മറിച്ച് തങ്ങളുടെ ആത്മാവ് തിരഞ്ഞെടുത്ത വഴികൾ മനസ്സിലാക്കാനും കർമ്മഫലങ്ങളെ അംഗീകരിക്കാനും പരിഹാരങ്ങളിലൂടെ മുന്നോട്ടുള്ള ജീവിതം മെച്ചപ്പെടുത്താനുമുള്ള ഒരു മാർഗമാണിത്. ഇത് പുരാതന മുനിമാരുടെ ദിവ്യദൃഷ്ടിയാണോ അതോ മനഃശാസ്ത്രപരമായ ഒരു പ്രകടനമാണോ എന്നത് ഓരോരുത്തർക്കും തീരുമാനിക്കാം. എങ്കിലും നമ്മൾ വെറുതെ ഒഴുകി നടക്കുകയല്ലെന്നും എവിടെയോ ഒരാൾ നമ്മളെക്കുറിച്ച് നേരത്തെ അറിഞ്ഞിരുന്നു എന്നും വിശ്വസിക്കാനുള്ള മനുഷ്യന്റെ ആഗ്രഹത്തെ നാഡിജ്യോതിഷം തൃപ്തിപ്പെടുത്തുന്നു.